ഹഗ്ഗായി 2-ാം അധ്യായം. പുതിയ ദേവാലയം. ദാരിയൂസ് രാജാവിൻ്റെ 2-ാം ഭരണവർഷം 7-ാം മാസം 21-ാം ദിവസം പ്രവാചകനായ ഹഗ്ഗായിക്ക് കർത്താവിൻ്റെ അരുളപ്പാടുണ്ടായി. യൂദായുടെ ദേശാധിപതിയായ ഷെയാൽത്തിയേലിൻ്റെ മകൻ സെറുബാബേലിനോടും യഹോസദാക്കിൻ്റെ പുത്രനും പ്രധാന പുരോഹിതനുമായ ജോഷയോടും ജനത്തിൽ അവശേഷിക്കുന്നവരോടും പറയുക: ഈ ആലയത്തിൻ്റെ പൂർവമഹിമ കണ്ടിട്ടുള്ളവരായി നിങ്ങളിൽ ആരുണ്ട്? ഇപ്പോൾ ഇതിൻ്റെ സ്ഥിതി എന്താണ്? തീരെ നിസ്സാരമായിട്ട് തോന്നുന്നില്ലേ? എങ്കിലും സെറുബാബേൽ ധൈര്യമായിരിക്കുക. യഹോസദാക്കിൻ്റെ പുത്രനും പ്രധാന പുരോഹിതനുമായ ജോഷുവ ധൈര്യമായിരിക്കുക. ദേശവാസികളെ, ധൈര്യം അവലംബിക്കുവിൻ. കർത്താവ് അരുളിച്ചെയ്യുന്നു: പണിയുവിൻ, ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്. സൈന്യങ്ങളുടെ കർത്താവ് അരുളിച്ചെയ്യുന്നു: ഈജിപ്തിൽ നിന്ന് നിങ്ങൾ പുറപ്പെട്ടപ്പോൾ ഞാൻ നിങ്ങളോട് വാഗ്ദാനം ചെയ്തിരുന്നത് പോലെ തന്നെ എൻ്റെ ആത്മാവ് നിങ്ങളുടെ ഇടയിൽ വസിക്കുന്നു. ഭയപ്പെടേണ്ട, സൈന്യങ്ങളുടെ കർത്താവ് അരുളിച്ചെയ്യുന്നു: അല്പസമയത്തിനുള്ളിൽ വീണ്ടും ഞാൻ ആകാശവും ഭൂമിയും കടലും കരയും ഇളക്കും. ഞാൻ എല്ലാ ജനതകളെയും കുലുക്കും. അങ്ങനെ എല്ലാ ജനതകളുടെയും അമൂല്യനിധികൾ ഇങ്ങോട്ട് വരും. ഈ ആലയം ഞാൻ മഹത്വപൂർണമാക്കും. സൈന്യങ്ങളുടെ കർത്താവ് അരുളിച്ചെയ്യുന്നു: വെള്ളി എൻ്റേതാണ്, സ്വർണവും എൻ്റേതാണ്. സൈന്യങ്ങളുടെ കർത്താവ് അരുളിച്ചെയ്യുന്നു: ഈ ആലയത്തിൻ്റെ പൂർവ്വമഹത്വത്തേക്കാൾ ഉന്നതമായിരിക്കും വരാൻ പോകുന്ന മഹത്വം. സൈന്യങ്ങളുടെ കർത്താവ് അരുളിച്ചെയ്യുന്നു: ഈ സ്ഥലത്തിന് ഞാൻ ഐശ്വര്യം നൽകും. സൈന്യങ്ങളുടെ കർത്താവ് അരുളിച്ചെയ്യുന്നു: ദാരിയൂസിൻ്റെ 2-ാം ഭരണവർഷം 9-ാം മാസം 24-ാം ദിവസം പ്രവാചകനായ ഹഗ്ഗായിക്ക് കർത്താവിൻ്റെ അരുളപ്പാടുണ്ടായി. സൈന്യങ്ങളുടെ കർത്താവ് അരുളിച്ചെയ്യുന്നു: പുരോഹിതന്മാരോട് ഈ പ്രശ്നത്തിൻ്റെ ഉത്തരം ചോദിക്കുവിൻ. ആരെങ്കിലും തൻ്റെ വസ്ത്രത്തിൻ്റെ അറ്റത്ത് വിശുദ്ധ മാംസം പൊതിയുകയും ആ വസ്ത്രാഞ്ചലം കൊണ്ട് അപ്പമോ പായസമോ വീഞ്ഞോ എണ്ണയോ മറ്റേതെങ്കിലും ഭക്ഷ്യസാധനമോ സ്പർശിക്കുകയും ചെയ്താൽ അവ വിശുദ്ധമാകുമോ? ഇല്ല, പുരോഹിതന്മാർ പറഞ്ഞു. ഹഗ്ഗായി ചോദിച്ചു: ശവശരീരത്തിൽ സ്പർശിച്ച് അശുദ്ധനായ ഒരുവൻ ഇതിൽ ഏതെങ്കിലും ഒന്നിനെ സ്പർശിച്ചാൽ അത് അശുദ്ധമാകുമോ? അശുദ്ധമാകും, അവർ പറഞ്ഞു. അപ്പോൾ ഹഗ്ഗായി പറഞ്ഞു: ഈ ജനവും രാജ്യവും എൻ്റെ മുൻപിൽ അങ്ങനെ തന്നെയാണ്. കർത്താവ് അരുളിച്ചെയ്യുന്നു: അപ്രകാരം തന്നെ അവരുടെ പ്രവൃത്തികളും അവർ അർപ്പിക്കുന്ന കാഴ്ചകളും അശുദ്ധമാണ്. കർത്താവിൻ്റെ ആലയത്തിനു വേണ്ടി കല്ലിന്മേൽ കല്ല് വയ്ക്കുന്നതിന് മുൻപ് ഇന്നുവരെ നിങ്ങൾ എങ്ങനെ വ്യാപരിച്ചിരുന്നെന്ന് ചിന്തിക്കുവിൻ. എന്തായിരുന്നു നിങ്ങളുടെ സ്ഥിതി? 20 അളവ് ധാന്യം കൂട്ടിയിരിക്കുന്നിടത്ത് ചെല്ലുമ്പോൾ 10 അളവേ കാണാനുള്ളൂ. 50 അളവ് വീഞ്ഞു കോരിയെടുക്കാൻ ചെന്നപ്പോൾ ചക്കിൽ 20 അളവേയുള്ളൂ. നിങ്ങളുടെ എല്ലാ അധ്വാന ഫലങ്ങളും ഉഷ്ണക്കാറ്റും വിഷമഞ്ഞും കന്മഴയും അയച്ച് ഞാൻ നശിപ്പിച്ചു. എന്നിട്ടും നിങ്ങൾ എന്നിലേക്ക് മടങ്ങി വന്നില്ല. കർത്താവ് അരുളിച്ചെയ്യുന്നു: ആകയാൽ ഇന്നു മുതൽ 9-ാം മാസം 24-ാം ദിവസം മുതൽ കർത്താവിൻ്റെ ആലയത്തിന് കല്ലിട്ട അന്ന് മുതൽ എങ്ങനെ ആയിരിക്കുമെന്ന് ശ്രദ്ധിക്കുവിൻ. വിത്ത് ഇനിയും കളപ്പുരയിൽ തന്നെയാണോ? മുന്തിരിവള്ളിയും അത്തിവൃക്ഷവും മാതളനാരകവും ഒലിവും ഇനിയും ഫലം നൽകുന്നില്ലേ? ഇന്നു മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. ആ മാസം 24-ാം ദിവസം ഹഗ്ഗായിക്ക് വീണ്ടും കർത്താവിൻ്റെ അരുളപ്പാടുണ്ടായി. യൂദായുടെ ദേശാധിപതിയായ സെറുബാബേലിനോട് പറയുക: ഞാൻ ആകാശത്തെയും ഭൂമിയെയും ഇളക്കാൻ പോകുന്നു. രാജ്യങ്ങളുടെ സിംഹാസനങ്ങൾ ഞാൻ തകർക്കും. ജനതകളുടെ സിംഹാസനങ്ങളുടെ ശക്തി ഞാൻ നശിപ്പിക്കാൻ പോകുന്നു. അവരുടെ രഥങ്ങളെയും സാരഥികളെയും ഞാൻ മറിച്ചിടും. കുതിരകളും കുതിരപ്പുറത്തിരിക്കുന്നവരും സഹയോദ്ധാക്കളുടെ വാളിനിരയാകും. സൈന്യങ്ങളുടെ കർത്താവ് അരുളിച്ചെയ്യുന്നു: ഷെയാൽത്തിയേലിൻ്റെ മകനും എൻ്റെ ദാസനുമായ സെറുബാബേലേ, അന്നു ഞാൻ നിന്നെ എൻ്റെ മുദ്രമോതിരം പോലെയാക്കും. എന്തെന്നാൽ ഞാൻ നിന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു. സൈന്യങ്ങളുടെ കർത്താവ് അരുളിച്ചെയ്യുന്നു. കർത്താവിൻ്റെ വചനം.